പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൈകളിൽ 500 രൂപ 100 രൂപ നോട്ടുകളൊക്കെ ഉണ്ട്. 500 രൂപ നോട്ട്, 100 രൂപ നോട്ട്, ഇവയെല്ലാം നമ്മുടെ നിത്യ ഉപയോഗം. അതായത് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ടും ഓൺലൈനായിട്ടുള്ള സർവീസുകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ പണം കൊണ്ടുള്ള സാധനം വാങ്ങൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് കൂടുതലാണ്. അപ്പോൾ 500 രൂപ 100 രൂപ നോട്ടുകളൊക്കെ കൈകളുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ. നിങ്ങളുടെ കൈവശമുള്ള 500 രൂപ 100 രൂപ നോട്ടുകൾ മാറുന്നു, പുതിയ മാറ്റങ്ങൾ വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോഴെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് പരിശോധിക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള 100 രൂപ അതുപോലെ തന്നെ 500 രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിപ്പ് വന്നിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറിയിപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2026 കറൻസി അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വരുന്നത്. എന്നാൽ ഇത് 2016 നോട്ട് നിരോധനം ഉണ്ടായിരുന്നു. നോട്ട് നിരോധനം വന്നപ്പോൾ വളരെയധികം ആളുകൾക്ക് വളരെ പെട്ടെന്നുള്ള പ്രഖ്യാപനമായതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ കൈകളിലേക്ക് ഉള്ള നോട്ടുകളെല്ലാം കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും, പുതിയ കറൻസി മാറ്റിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് 2016 പോലെയുള്ള നോട്ട് നിരോധനമൊന്നുമല്ല. നിലവിലുള്ള നോട്ടുകൾ അസാധു ആക്കേണ്ടി വരില്ലെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള കറൻസി നോട്ടുകൾ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നോട്ടുകളുടെ രൂപകൽപ്പനയിൽ മാറ്റമൊന്നും വരുത്തില്ലെങ്കിലും അവയുടെ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത്. മാത്രമല്ല 500 രൂപ നോട്ടൊക്കെ കൈവരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കള്ളനോട്ട് വലിയ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ജയിലിലാക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും. അപ്പോൾ അതുപോലുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ് നോട്ടുകളുടെ പ്രിൻറ്റിങ്ങിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കുകയും നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലെ മഷി മങ്ങുന്നത് തടയാൻ കൂടുതൽ കരുത്തുള്ള മഷി ഉപയോഗിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. വാട്ടർമാർക്കിൻ്റെ വ്യക്തത വർദ്ധിപ്പിക്കുകയും മൈക്രോ ലെറ്ററിങ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റും നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാക്ടൈൽ മാർക്കുകൾ കൂടുതൽ വ്യക്തമാക്കുമെന്നും ഇപ്പോൾ അറിയിപ്പുന്നുണ്ട്. ദൈനംദിന ഇടപാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നോട്ടുകളാണ് 100 രൂപ നോട്ട് അല്ലെങ്കിൽ 500 രൂപ നോട്ടുകളൊക്കെ. നിരന്തരമായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ ഇവ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതാണ്. കൂടാതെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും RBI പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും RBI അറിയിച്ചു. നിലവിൽ നിങ്ങളുടെ കൈവശമുള്ള 100 രൂപ 500 രൂപ നോട്ടുകൾ നിയമപരമായി സാധ്യതയുള്ളതാണ്, അതായത് ലീഗൽ ടെൻഡർ ഉള്ളതാണ്. അവ തുടർന്ന് ഉപയോഗിക്കാം. പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നൽകി മാറ്റേണ്ട ആവശ്യവുമില്ല. പുതിയ സുരക്ഷാ ഫീച്ചറുകളുള്ള നോട്ടുകൾ ബാങ്കുകൾ വഴിയും ATMകൾ വഴിയും ഘട്ടം ഘട്ടമായി മാത്രമേ വിപണിയിലെത്തുകയുമുള്ളൂ. നോട്ട് നിരോധനത്തെക്കുറിച്ചോ പഴയ നോട്ടുകൾ അസാധുവാക്കുന്നതിനെക്കുറിച്ചോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അസ്ഥിരമായ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള അറിയിപ്പുകൾ മാത്രമേ വിശ്വാസത്തിലെടുക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ 500 രൂപ 100 രൂപ നോട്ടുകളൊക്കെ കയ്യിലുള്ള എല്ലാ ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക.